ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രവി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ചെയ്ത പുണ്യം കൊണ്ടാണ് എനിക്കിപ്പോഴും യാതൊരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ ചെയ്ത പുണ്യം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് കൂടിയാണ് നീ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നതെന്ന് പറയുകയാണേ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്ന് നിന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നേനെ എന്നുള്ള കാര്യം രവിയുടെ അടുത്ത് അമ്മ പറയുന്ന സമയത്ത്, അതുകൊണ്ടാണ് അമ്മേ ഞാൻ അമ്മയെ വിവരമൊന്നും അറിയിക്കേണ്ടിരുന്നത്. സച്ചി പറഞ്ഞതാണ് അച്ഛമ്മയെ വിവരം അറിയിക്കണമെന്ന്, പക്ഷെ ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചത് കൊണ്ടാണ് അവൻ പറയാണ്ടിരുന്നത്. അമ്മ ഈ കാര്യം അറിഞ്ഞിട്ട് കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇപ്പൊ എല്ലാം ശരിയായല്ലോ, പിന്നെ ജീവിതം എന്തായാലും ഇപ്പൊ എല്ലാം ശരിയായല്ലോ. പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോകുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. ശരി, എന്തായാലും നീ നന്നായിരിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതിയെന്ന് അച്ഛമ്മ പറയാണേ. എന്തായാലും അങ്ങനെയൊന്നും അച്ഛനെ വിടില്ല, ഞാന് അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അച്ഛനൊരിക്കലും നെഞ്ചുവേദനയൊന്നും വരില്ലായിരുന്നു. പിന്നെ ചിലവര് ചെയ്ത പണി കൊണ്ടാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരെക്കുറിച്ചാ പറഞ്ഞെന്നുള്ള കാര്യം. നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾ ചെയ്ത ഒരു പണിയുടെ പേരിൽ അച്ഛനെ സ്റ്റേഷനിൽ വരെ കൊണ്ടുവരുത്തി. അപ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സച്ചേട്ടൻ എപ്പോഴും അത് തന്നെ പറയണ്ട, സച്ചേട്ടൻ കാരണവും അച്ഛന് ടെൻഷൻ ആയിട്ടുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സുധിയും പറയുന്നുണ്ട്, നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാണെടാ. എന്ത് കറക്റ്റാന്ന് സച്ചി ചോദിക്കുമ്പോ, നീ എന്താടാ ഉത്തമനെ പോലെ സംസാരിക്കുന്നത്? നീ കാരണം ഒരു പ്രശ്നവും വരുന്നില്ലേ? എപ്പോ നോക്കിയാലും സച്ചേട്ടൻ എന്തിനാ ഞങ്ങളെ തന്നെ കുറ്റം പറയുന്നത് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ, എന്താടാ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്താ എന്റെ പക്ഷത്തേക്ക് തിരിയാണോ? അടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഒന്ന് അടിച്ചു നോക്കടാ എന്ന് സുധി പറയണേ. അപ്പോഴേക്കും അച്ഛമ്മ, മിണ്ടാതിരിയടാ. സച്ചി എന്താ ഇത് എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുമ്പോ, അച്ഛമ്മ കണ്ടില്ല രണ്ടുപേരും എങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എന്ന് കരുതിയിട്ട് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടെ? അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, എല്ലാം സച്ചി കാരനാണെന്നുള്ള രീതിയിൽ ആദ്യം നീ വായടക്കി. മക്കളെ വിവേചനം കാണിച്ചിട്ടാണ് വളർത്തിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങളൊക്കെ ഏട്ടനന്യന്മാരാണോ? ആ സ്നേഹം നിങ്ങൾക്കിടയിലുണ്ടോ? ഇത് കേൾക്കുമ്പോൾ സച്ചി ഇങ്ങനെ അടക്കം പറയുന്നുണ്ട് കേട്ടോ, ഇവരോടൊക്കെ എങ്ങനെ സ്നേഹം തോന്നുന്നു എന്നുള്ള കാര്യം. അപ്പോഴേക്കും വർഷ, അച്ഛമ്മേ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത് സച്ചി മാത്രം കാരണമാണെന്ന് പറയാണേ. അപ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതെ ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളായിട്ട് വരും അടിയുണ്ടാക്കാനെന്ന് പറയാണേ. അത് കേൾക്കുമ്പോൾ രേവതിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നു, അത് തെറ്റാണോ? എന്താ ഇവര് ഹൈക്കോടതി ജഡ്ജാണോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ, ഞാൻ ഹൈക്കോടതി ജഡ്ജ് ഒന്നല്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും പക്ക ക്രിമിനൽസ് ആണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അടുത്ത്, എടാ നിനക്ക് ഇനി വീണ്ടും അടി വേണോ? എല്ലാവരും കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കോ? നിങ്ങൾ ഏട്ടനനിയന്മാർ തമ്മിൽ ഒത്തൊരുമയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കയറി വന്ന പെണ്ണുങ്ങൾ തമ്മിൽ എങ്ങനെ ഒത്തൊരുമ ഉണ്ടാവുക? ഇത് നോക്ക്, നിങ്ങളോട് എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ വീട്ടിലെ സന്തോഷം കെടുത്തരുത് എന്നുള്ളതാണ്. എന്റെ മകൻ ജീവിതത്തിൽ അധ്വാനിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു. അവനെ സമാധാനത്തോടു കൂടി വിടണം. അവന് വേണ്ടിയിട്ട് തനിയെ നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എല്ലാവരും ഒത്തൊരുമയോട് സന്തോഷത്തോടു കൂടി ഇരുന്നാൽ മാത്രം മതി. അത് കാണുമ്പോൾ എന്റെ മകന് ഒരുപാട് സന്തോഷമാവും. ആ സന്തോഷം നിങ്ങൾ അവന് കൊടുക്കണം. അത് കേൾക്കുമ്പോൾ ശ്രുതിയും വർഷയൊക്കെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാൻ കേട്ടോ, ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ രേവതി പറയുന്നുണ്ട്, അച്ഛമ്മ അതിനെ കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ ആവണം. ചുമ്മാ അടിക്കടി ഇങ്ങനെ ഓരോന്ന് പറയും, അത്രയേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടും സന്തോഷത്തോടു കൂടി തന്നെയാണുള്ളത്. എന്റെ ആസാത്തി, നീ ഒരാൾ മാത്രം മതി ഈ കുടുംബത്തെ ഒത്തൊരുമയോട് കൂടി കൊണ്ടുപോവാൻ. എനിക്ക് ആ വിശ്വാസമുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ, അച്ഛമ്മയ്ക്ക് രാത്രി മീൻകറി വേണോ? നമ്മുടെ രേവതി നന്നായിട്ട് മീൻകറി വെക്കുന്നു പറയുമ്പോൾ, എടാ എന്നെ ഒന്നും സംസാരിക്കാൻ വിടടാ. ശരി അച്ഛമ്മേ, സംസാരിക്കേ. ദൈവം എനിക്ക് ഇത്രയും ആയുസ് തന്നു, ഇത്രയും കാലം എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നു. ഇപ്പോഴും ഞാൻ തോട്ടത്തിലെ പണികളൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും കുറച്ചു കാലം കൂടിയൊക്കെ എനിക്ക് ആയുസ്സുണ്ട്. അതിനുള്ളിൽ തന്നെ എനിക്ക് എന്റെ മകന്റെ പേരക്കുട്ടികളെ ലാളിക്കണം. അതുങ്ങളെ മടിയിൽ എടുത്തു വെച്ചിട്ട് എനിക്ക് കൊഞ്ചിക്കണം. എത്രയും വേഗം തന്നെ നിങ്ങൾ എനിക്ക് പേരക്കുഞ്ഞുങ്ങളെ തരണമെന്ന് പറയാണേ. അതുവരെ എനിക്ക് ദൈവം ആയുസ് തന്നാല്. ഇത് കേൾക്കുമ്പോ സച്ചി പറയുന്നുണ്ട്, മകന്റെ പേരക്കുട്ടികളെ മാത്രമല്ല പേരക്കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ പിറക്കുന്നത് വരെ അച്ഛമ്മ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ നിൽക്കും. എനിക്ക് അത്ര ആശകളൊന്നും ഇല്ലടാ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ആയുസ് തരട്ടെ. എത്രയും വേഗം അതിനുള്ള കാര്യങ്ങൾ നോക്ക്. പിന്നെ അടുത്ത പൊങ്കൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതിന്റെ ഇടയ്ക്കേറിട്ട് സച്ചി പറയുന്നുണ്ട്, പൊങ്കലാകുമ്പോഴേക്കും എങ്ങനെ കുഞ്ഞുങ്ങളെ തരാൻ വേണ്ടി പറ്റുക? അതിനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് പോടാ, പൊങ്കലിന് എല്ലാവരും നാട്ടിലേക്ക് വരണമെന്നാണ് പറഞ്ഞത്. രവി, നീ എല്ലാവരുടെ അടുത്തും പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അമ്മേ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ചന്ദ്രേ, എല്ലാവരെയും കൂട്ടിയിട്ട് നീ അങ്ങോട്ടേക്ക് വരണോ എന്നുള്ള കാര്യം പറയാണേ.
ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എല്ലാ വർഷവും നമ്മൾ പൊങ്കൽ അവിടെ നിന്ന് തന്നെയല്ലേ അച്ഛമ്മ ആഘോഷിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്തായാലും വരുമെന്ന് പറയണേ. അതെനിക്കറിയാടാ നീ വരുന്ന്, പക്ഷേ ബാക്കി എല്ലാവരും വരണം, അതാണ് ഞാൻ പറഞ്ഞത്. എന്താ ശ്രുതി, നീ വരല്ലേ നാട്ടിലേക്ക്? ഇനി കടയുണ്ട്, അത് അടയ്ക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛമ്മേ, പാർലറിന് ലീവ് ആക്കാം. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, പൊങ്കലൊക്കെ നാട്ടിൽ ഭയങ്കര വിശേഷമായിട്ട് ആഘോഷിക്കും. നീ മലേഷ്യയിലായതുകൊണ്ട് നിനക്കൊരു പക്ഷെ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. അതെ അങ്കിൾ, കറക്റ്റ് ആണ്. ഞാനിങ്ങനെ വില്ലേജിലൊന്നും പോയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. നീ എന്തായാലും നാട്ടിലേക്ക് വാ, നല്ലതായിരിക്കും എന്നുള്ള കാര്യം അച്ഛമ്മ പറയണേ. നാട് മൊത്തം ആഘോഷിക്കുന്നു പറയണേ. അല്ല സുധി, നീ വരുമല്ലോ, ഇനി നിനക്കെന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനെന്ത് ജോലിയാന്നുള്ള കാര്യം ചന്ദ്രമതി പറയണേ. അപ്പോഴേക്കും അമ്മയെന്ന് പറഞ്ഞ ഒറ്റ വിളിയാണ് കേട്ടോ സുധി. അന്ന് ഷോറൂം ലീവാണ്, അതിനെക്കുറിച്ച് അമ്മ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ, ശ്രീകാന്ത്, വർഷ, നിങ്ങൾ രണ്ടുപേരും വരണം ഉറപ്പായിട്ടും അച്ഛമ്മയെന്ന് ശ്രീകാന്ത് പറയണേ. തുടർന്ന് വർഷ പറയുന്നുണ്ട്, ഇങ്ങനത്തെ സെലിബ്രേഷനൊക്കെ അച്ഛമ്മേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും വരണം, സന്തോഷമായിട്ട് ഇരിക്കണം. അത് മാത്രം പോരാ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എത്രയും വേഗം കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കണം. ആരാണോ എനിക്ക് ആദ്യമായിട്ട് കുഞ്ഞിനെ പ്രസവിച്ച് തരുന്നത് അവർക്ക് ഞാനൊരു പ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താ ഗിഫ്റ്റ് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത്, നാട്ടില് നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സ്വത്തുണ്ട്, ഏകദേശം 2 ഏക്കറോളം ഉണ്ട്. ആർക്ക് കൊടുക്കണം എന്ന് ഓർത്തിട്ട് ഞാൻ ഇരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം എത്തിയത്. ആരാണോ ആദ്യം കുഞ്ഞിനെ പ്രസവിച്ച് തരുന്നത് ആ കുഞ്ഞിന്റെ പേരിൽ ആ സ്ഥലം എഴുതി വെക്കും. പക്ഷേ ഇത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് അച്ഛമ്മേ? അത് അച്ഛമ്മയുടെ പേര് തന്നെ ഇരിക്കട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ, അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാടാ? തിരികെ വീണ്ടും നിങ്ങളുടെ തലമുറയ്ക്ക് തന്നെ വരണല്ലോ. അതായിക്കോട്ടെ, പക്ഷേ ഒരു പക്ഷേ 3 പേരും ഒരുമിച്ച് വിശേഷം അറിയിച്ചാൽ അതും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അവർക്ക് ഞാൻ വേറെ ഏർപ്പാട് ചെയ്യും. ആദ്യം ആരാണോ വിശേഷം അറിയിക്കുന്നത് അവർക്ക് ഞാൻ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ആ സ്വത്ത് ഞാൻ കൈമാറും. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ നാളെ പോവോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇത്ര ധൃതി? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുകയാണേ. തുടർന്ന് സച്ചിയും പറയുന്നുണ്ട്, അച്ഛമ്മേ, പൊങ്കൽ വരെ ഇവിടെ നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നാട്ടിലേക്ക് പോകാം. വിളവെടുക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം പോയിട്ട് നോക്കണം. അവിടെ നിലത്തിന്റെ വിളവെടുക്കുന്നു, ഇവിടെ പേരക്കുട്ടികളുടെ വിളവെടുക്കാൻ വേണ്ടി വന്നതാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛമ്മ ചിരിക്കുകയാണ് കേട്ടോ. അച്ഛമ്മ മാത്രമല്ല എല്ലാവരും ചിരിക്കുന്നുണ്ട്. കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്